സ്വർണ്ണപ്പാളി മാറ്റി എന്ന നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് കണ്ടെത്തലിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തി എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായി തന്നെ പ്രതിക്കൂടിൽ നിർത്തുകയാണ് ദേവസ്വം വിജിലൻസ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം അല്ല പ്രതിക്കൂടിലുള്ളത് എന്ന് ഇതുവരെയുള്ള ആദ്യം മുതലുള്ള വാർത്ത ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കാര്യം ഒരു പോറ്റി, ഏതോ ഒരു പോറ്റി വിചാരിച്ചാൽ മാത്രം ഇത്രയും വലിയൊരു ഉഡായിപ്പ്, ഇത്രയും വലിയൊരു തട്ടിപ്പ്, ഒരു സ്കാം നടത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഗൂഢസംഘം അവിടെയുണ്ട്. ആ സംഘത്തിൽ പോറ്റി ആൻഡ് കോ എന്ന് വിളിക്കാൻ കഴിയുന്ന ആ മാഫിയ സംഘത്തിൽ ആരൊക്കെയാണ് അതിൽ അംഗങ്ങൾ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അത് കോടതിയിലേക്ക് വരുന്നുണ്ട്. കോടതി ചില ചോദ്യങ്ങൾ അത് ചോദിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചെയ്യുന്നു. ഷഫീദ്, ഇത് സെപ്റ്റംബർ 10 ഇറങ്ങിയ ആദ്യ ഇടക്കാല ഉത്തരവ്. അതിനു മുൻപ് തന്നെ കോടതി ചോദിച്ച കാര്യങ്ങളടക്കം അതിന്റെ വാർത്താ വഴിയിലെ എനിക്ക് തോന്നുന്നു ഈ വാർത്ത അതിന്റെ ഒരു വഴിത്തിരിവ് വാർത്തയാണ്. ഷഫീദ്, അശ്മി, ഉറപ്പായിട്ടും ഇപ്പോൾ കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു പക്ഷേ ഇന്ന് ഹൈക്കോടതി ഈ റിപ്പോർട്ട് പരിഗണിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ റിപ്പോർട്ടിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനൊടുവിൽ ഇന്നൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കാനൊക്കെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ദേവസ്വം വിജിലൻസ് തന്നെ ഇക്കാര്യത്തിലെ ശാസ്ത്രീയ പരിശോധനയുടെ ആവശ്യം, മാത്രവുമല്ല ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തേണ്ട ആവശ്യം, സംസ്ഥാനത്തിന് പുറത്ത് മറ്റു ചില സംസ്ഥാനങ്ങൾ അന്വേഷണം നടത്തേണ്ട ആവശ്യമൊക്കെ ഹൈക്കോടതിയെ ആ സ്ഥിതിവിവര റിപ്പോർട്ടിൽ, അന്വേഷണ സ്ഥിതിവിവര റിപ്പോർട്ടിൽ അറിയിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കോടതി തന്നെ ഇടപെടൽ നടത്തി സർക്കാർ അക്കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമൊക്കെ എടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളി തന്നെയായിരുന്നു. എന്നാൽ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലേക്കും പിന്നീട് തമിഴ്നാട്ടിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോയെന്ന് ദേവസ്വം വിജിലൻസ് സംശയിക്കുന്ന ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളിയല്ല തിരികെ ശബരിമലയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നേരത്തെ തന്നെ നമുക്ക് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അവരുടെ നിലപാടിൽ നിന്ന്, അവർ വ്യക്തമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഉറപ്പായിരുന്നു. കാരണം സ്മാർട്ട് ക്രിയേഷൻസ് ആവർത്തിച്ച് പറഞ്ഞത് അവരേതെങ്കിലും തരത്തിൽ സ്വർണ്ണപ്പാളിയിൽ വീണ്ടും, അല്ലെങ്കിൽ സ്വർണ്ണം പൂശിയ ഒരു മെറ്റീരിയൽ വീണ്ടും അവർ സ്വർണ്ണം പൂശില്ല, അവരൊരു ഫ്രഷ് ഒബ്ജക്റ്റിൽ മാത്രമായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു. ദേവസ്വം വിജിലൻസ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വിശദീകരണം കൂടി ഉൾപ്പെടുത്തിയാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അത് തിരികെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് പരിശോധിക്കണം. അക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന വേണം. നിലവിൽ ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ പരിമിതമായിട്ടുള്ള അവരുടെ അന്വേഷണ പരിധിയിൽ അവർ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ ആ സ്വർണ്ണപ്പാളിയിൽ സംശയമുണ്ട്. കൊണ്ടുപോയത് തന്നെയാണോ തിരികെ എത്തിച്ചതെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. ആ രീതിയിൽ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണം അത് ദേവസ്വം വിജിലൻസ് ഇന്ന് ആവശ്യപ്പെടും. ഇതിനോടകം തന്നെ കോടതി നടപടികൾ തുടങ്ങി. യഥാർത്ഥ ദ്വാരപാലകർ എവിടെയെന്ന ചോദ്യത്തിന് വിജിലൻസിന്റെ പക്കൽ മറുപടി ഉണ്ടോ ഷഫീദ്? കാര്യം ഇയാൾ ഈ 40 ദിവസം ഇത് പുറത്തു വരുന്ന വാർത്ത കുറിച്ച് മനസ്സിലാക്കേണ്ടത് എഴുന്നള്ളത്ത് പോലെ ഇയാൾ ഇത് കൊണ്ടു നടക്കുകയായിരുന്നു. ഇത് അയാൾക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ, ശ്രീറാംപുര ക്ഷേത്രം പെന്തുരുത്തിയിൽ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. പിന്നെ അതില്ല എന്നവർ നിഷേധിച്ചെങ്കിലും ആ സംശയത്തിന് അന്തരീക്ഷം അവിടെ നിൽക്കുന്നു. ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയ കാര്യം പറഞ്ഞു. ജയറാമിന്റെ വീട്ടിൽ ഞാൻ തന്നെ പൂജ ചെയ്യണമെന്ന് അയാൾ സ്വപ്നം കണ്ട കാര്യം, ജയറാം വിശ്വസിച്ച കാര്യമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഏതൊക്കെ വീടുകളിൽ ആരുടെയൊക്കെ എടുത്ത് കൊണ്ടുപോയെന്നാലും നമുക്ക് ഇപ്പോഴും അറിയില്ല. അതിനുള്ള പണം വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യവും നമുക്കറിയില്ല. അതുവഴി ദ്വാരപാലകരെ വിറ്റ് അല്ലെങ്കിൽ ശബരിമലയെ വിറ്റ് അയാൾ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യവും ഇനി അന്വേഷണത്തിൽ വ്യക്തമാവേണ്ടതാണ്. അന്വേഷിക്കട്ടെ. പക്ഷേ അവിടുന്ന് എടുത്തുകൊണ്ട് പോയ യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങൾ അല്ലെങ്കിൽ പാളികൾ എവിടെ എന്ന ചോദ്യത്തിന് വിശ്വാസികൾക്ക് മറുപടി വേണം. അത് വിജിലൻസിന്റെ പക്കലുണ്ടോ? വിശ്വാസികൾക്ക് മറുപടി വേണം. അതിനൊക്കെ അപ്പുറത്തേക്ക് സർക്കാർ, അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അത് കോടതിയിൽ മറുപടിയെ നൽകുകയും വേണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഇതിപ്പോൾ എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ദേവസ്വം വിജിലൻസിന് വ്യക്തതയില്ല എന്നുള്ള സൂചനകൾ അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി ആര് വഴി പോയി, അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി മാത്രമാണോ പോയതെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണം. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലങ്ങളായി ചുരണ്ടിയെടുത്ത് ഇത് നഷ്ടപ്പെട്ടു പോയതാണോ, അതല്ലെങ്കിൽ 2019 ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കൈമാറിയ ശേഷം വന്ന നഷ്ടമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണ്. ആ ശാസ്ത്രീയ പരിശോധന നിർണായകമായിട്ടുള്ള ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും ഈ പരമ്പര, അതായത് ഈ വിവാദങ്ങളുടെ പരമ്പരയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല അതിൽ ദേവസ്വം ബോർഡിനും കാര്യമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ആ വീഴ്ചയുടെ ആഘാതം അത് എത്രമാത്രം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു വിശ്വാസ പ്രശ്നമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഹഷ്മി, ദേവസ്വം വിജിലൻസിന്റെ നിർണായകമായ കണ്ടെത്തലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ദേവസ്വം വിജിലൻസ്. നിർണായക നിഗമനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുന്നു എന്ന് വേണം കണ്ടെത്താൻ. സ്വർണ്ണപ്പാളി മാറ്റിയത് ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ മാറ്റി എന്നാണ് അതിലെ വിലയിരുത്തൽ. സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ദേവസ്വം വിജിലൻസ് ആവശ്യപ്പെടുന്ന സാഹചര്യവുമുണ്ട്. ഷഫീദ് റാവുത്തർ തുടരുന്നു. ഷഫീദ്, ഈ 4 കിലോ കുറഞ്ഞതിന്റെ സൂചനകളിൽ ഒന്നാമത്തെ സൂചനയെ കണക്കാക്കപ്പെട്ടത് ഈ പറയുന്ന ദ്വാരപാലകരുടെ പാളികളിലെ സ്വർണം അങ്ങനെ ഇളക്കി മാറ്റി, അതുകൊണ്ട് 4 കിലോ കുറഞ്ഞു. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പുതിയത് പഴയത് മാറ്റി പുതിയത് അല്ലെങ്കിൽ പുതിയ
ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാളി ഉണ്ടാക്കി പോറ്റി എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ സാധ്യതയിലേക്കാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് വിരൽ ചൂണ്ടുന്നത്. അതിനൊക്കെ കാരണമാവുന്നത് ഇയാൾക്ക് 2019 ദേവസ്വം ബോർഡ് ഉത്തരവും അതിലൂടെ കിട്ടിയ ഫ്രീ ഹാൻഡും അതിലൂടെ ഇയാൾ ആരാലും ഒരു മേൽനോട്ടമില്ലാതെ ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽ ഇയാൾക്ക് തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ ഒരു സാധ്യത ഒരുങ്ങി എന്നുള്ളതാണല്ലോ ഈ ക്രമക്കേടുകളുടെയൊക്കെ മൂലാധാരം, അടിത്തറ. ഷഫീദ്, കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി അതും ചോദ്യം ചെയ്യാതിരിക്കില്ല. ഷഫീദ്, ഇക്കാര്യത്തിൽ അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ നടൻ ജയറാമിൻ്റെ പേര് വിവാദങ്ങളിലേക്ക് വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ദേവസ്വം ബോർഡിൻ്റെ ഓതറൈസേഷൻ ലെറ്ററോട് കൂടി ഒരാൾ വന്ന് ഇത് ഇങ്ങനെ എൻ്റെ കയ്യിലുണ്ട്, അതല്ലെങ്കിൽ അത് പൂജയ്ക്ക് ക്ഷണിക്കുമ്പോൾ പോകാതിരിക്കുന്നത് എങ്ങനെ, ഒരു വിശ്വാസി എന്ന രീതിയിൽ ഒരു കറകളഞ്ഞ വിശ്വാസി എന്ന രീതിയിൽ എങ്ങനെ പോകാതിരിക്കുമെന്നുള്ള ഒരു വിശദീകരണം ജയറാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ ഓതറൈസേഷൻ ലെറ്ററിലേക്ക് കാര്യങ്ങൾ എങ്ങനെ പോയി എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്ന് കോടതി ചോദിക്കാൻ പോകുന്ന കാര്യം. ആ ഓതറൈസേഷൻ ലെറ്റർ തന്നെയാണ് ഈ വിവാദങ്ങളുടെ മൂലകാരണം എന്നുള്ളതും ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ ഇങ്ങനെ ഒരു തിരിമറി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്താനുള്ള മൂലകാരണം, അതായത് 2019 ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് പ്രകാരം അത് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിവാദങ്ങളുടെ എല്ലാ ഘട്ടത്തിലും ആയുധമാക്കിയിട്ടുമുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് ഇപ്പോൾ പറയുന്നത് സാങ്കേതികമായി സ്വർണ്ണപ്പാളി എന്ന ടേം അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ വീഴ്ച, ആ വീഴ്ചയുടെ ഗൗരവം നോക്കണം. അതൊരു വിശ്വാസ പ്രശ്നത്തിലേക്ക് വരെ എത്തിച്ചേരുന്ന ഒരു വീഴ്ചയായി അത് മാറി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. അതിനും അപ്പുറത്തേക്ക് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2019 ശേഷം ഇത്രയും വർഷം കഴിഞ്ഞു, ആനുവൽ ഓഡിറ്റ് അടക്കം ഇക്കാര്യങ്ങളിൽ നടത്തുന്നൊരു സംവിധാനം ശബരിമലയെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അത്തരം കാര്യങ്ങൾ നടത്തിയിട്ട് പോലും ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡിൻ്റെ ഇന്റേണൽ ഏജൻസികൾക്കോ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പകരം കോടതിക്ക് തന്നെ അക്കാര്യത്തിൽ ഒരു ടേക്ക് എടുക്കേണ്ടി വന്നു. കോടതി തന്നെ ഇടപെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഈ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി ആകാംക്ഷയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്ന കാര്യം, ഒരുപക്ഷെ കോടതി ഒരു പ്രത്യേക സംഘത്തിനെ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ച് അത് ഫോം ചെയ്ത് അവരുടെ അന്വേഷണം നടത്തുമ്പോൾ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ രീതിയിൽ ഇത് കൈമാറുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൺസ്പിറസി, ഇന്ററിം കോൺസ്പിറസി എന്നുള്ള ഒരു വാക്ക് അത് ദേവസ്വം റിപ്പോർട്ടിൽ, ഇന്നത്തെ അന്വേഷണ സ്ഥിതിവിവര റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് അവർ ഓൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കോൺസ്പിറസി, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ആളുകൾക്ക് പങ്കുണ്ടായിരുന്നോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, അങ്ങനെ പങ്കുണ്ടെങ്കിൽ എത്ര കാലമായി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു? അശ്മിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ പറയുന്ന ചെമ്പുപാളി എന്നത് സാങ്കേതികമായി പറയുന്നതാണ്, അവിടെ കൊളോക്കിയലി പറയുന്നത് ചെമ്പുപാളി, അതുകൊണ്ട് ഉത്തരവിൽ എഴുതി വെച്ചു എന്ന വാദം കേൾക്കുന്നത് ഇപ്പോഴാണ്. അതിനുമുമ്പ് കൺഫ്യൂഷൻ ആയിരുന്നല്ലോ, ചെമ്പാണോ സ്വർണ്ണമാണോ. ഇപ്പോൾ പത്മകുമാർ മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു സ്വർണ്ണമായിരുന്നു, സ്വർണ്ണം ചെമ്പ്. ഇന്നലെയും അദ്ദേഹം മാധ്യമങ്ങളോട് കാണുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ സ്വർണ്ണം പൂശി ചെമ്പ് എന്നാണെങ്കിൽ ഏറ്റവും ഒടുവിലേക്ക് വന്നപ്പോൾ അത് പ്യൂർ ചെമ്പിലേക്ക് വന്നു. അങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പോഴാണ് ഈ അവിടെ സാങ്കേതിക പറയുന്നത് ഇങ്ങനെയൊക്കെ പോട്ടെ, ഇനി ആ വാദം ശരിവെച്ച് കൊടുക്കുക. ഷഫീദ്, ഇത് പണിയാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോഴേക്കും 4 കിലോയുടെ കുറവുണ്ടായി. 4 കിലോയുടെ കുറവ് എവിടെയും രേഖപ്പെടുത്തപ്പെട്ടില്ല. അത് ഇപ്പം സന്നിധാനം നയിച്ചെടുത്തുകൊണ്ട് പോയി അവിടെ തൂക്കിക്കൊണ്ടുപോകുന്ന ഒരു സാധനം തിരിച്ച് തൂക്കിക്കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കായ പ്രാഥമികമായ കാര്യമാണ്. 4 കിലോ കുറവുണ്ടെങ്കിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതും അന്വേഷണം നടത്തേണ്ടതുമാണ്. ഒന്നും ഉണ്ടായില്ല. അത് രേഖപ്പെടുത്താതിരുന്നത്, അത് പൂഴ്ത്തിവെക്കപ്പെട്ടത് ഈ വർഷങ്ങൾ 6 വർഷം എടുത്തു. ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്ന 6 വർഷങ്ങൾക്ക് ഇപ്പോഴാണ് കോടതി ഇടപെടൽ. അതിലൊക്കെ ഒരു വലിയ ദുരൂഹതയുണ്ട് ഷഫീദ്. അതൊക്കെ അങ്ങ് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണെന്ന് കരുതണോ? ഹഷ്മി, ഉറപ്പായിട്ടും. അതായത് രേഖപ്പെടുത്താതെ പോയി എന്നതിനപ്പുറത്തേക്ക് അതിൽ കോൺസ്പിറസി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള ചില സംശയങ്ങൾ ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ആരുടെ കാലത്ത് നടന്നു, അതല്ലെങ്കിൽ അതിലേറ്റവും പ്രധാനം 1999 നമുക്കടക്കം വലിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടായ ഒരു സാധനമാണ്. 1999 വിജയ് മല്യ എന്താണ് ശരിക്കും ചെയ്തത്? അക്കാര്യത്തിലൊക്കെ വിശദീകരണം ഇതിനോടകം തന്നെ മഹസർ റിപ്പോർട്ടും രജിസ്റ്റർ റിപ്പോർട്ടൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കോടതി തന്നെ പറഞ്ഞ കാര്യമാണ്, സ്വർണ്ണപ്പാളിയിൽ, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നൊക്കെയുള്ള കണ്ടെത്തൽ കോടതി തന്നെ ദേവസ്വം ബോർഡിന്റെ മഹസർ റിപ്പോർട്ട് അടക്കം പരിശോധിച്ച് സ്ഥിരീകരിച്ച കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 2019 നടന്ന ഒരു വീഴ്ച, ആ വീഴ്ചയുടെ തുടക്കം അവിടെ നിന്ന് തന്നെയാണോ എന്ന് ആലോചിക്കേണ്ട, അത് അന്വേഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അക്കാര്യത്തിലുണ്ട്. മാത്രവുമല്ല, കൊളോക്കിയലി പറയുന്നത് പോലെ തന്നെ ചെമ്പ് പാളി എന്നതിനപ്പുറത്തേക്ക് അത് മുൻപുള്ള ദേവസ്വം രജിസ്റ്ററിൽ എങ്ങനെയാണ് അതിനെ രേഖപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം. അതിൻ്റെ നാൾ വഴി, ആ ടൈം ലൈൻ പരിശോധിച്ചാൽ മാത്രമേ ആ സ്വർണ്ണപ്പാളിയുടെ കോൺസ്പിറസി പുറത്തേക്ക് വരുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാത്രവുമല്ല, അത് പുറത്തേക്ക് വരണം
എന്ന് ആരെങ്കിലും തടസ്സപ്പെടുത്താൻ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കടക്കം ആ കോൺസ്പിറസിയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഏതെങ്കിലും തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും അതിൻ്റെ മൂല്യം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു നെയ്ത്തേങ്ങയ്ക്ക് പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആ നെയ്ത്തേങ്ങ പിരിവിലടക്കം വലിയ തരത്തിൽ പണം പിരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ, അത് പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ, അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അവിടെ അടക്കം വിശ്വാസികളെ കൂട്ടി അതിന് ക്രൗഡ് ഫണ്ടിങ് നടത്തുന്ന കാര്യത്തിലൊക്കെ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ അതോ ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോൺസ്പിറസി ഗ്രൂപ്പ്, ഒരു ഗൂഢാലോചന സംഘം അക്കാര്യത്തിൽ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി ഉണ്ടാകുന്ന വലിയ ക്രെഡിബിലിറ്റി ഇഷ്യൂ ഇതിൽ ഈ പറയുന്ന ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായ ആദ്യ നാൾ മുതൽ തന്നെ ഈ സംശയം ഇങ്ങനെ നിൽക്കുകയാണ്. സ്വർണ്ണമാണോ 30.3 കിലോ സ്വർണം വിജയമല്യ കൊടുത്തു എന്ന് പറയുന്നതും ഈ പറഞ്ഞ 30.3 കിലോ സ്വർണം ഏതെങ്കിലും ദേവസ്വത്തിന്റെ ഏതെങ്കിലും രജിസ്റ്ററിലോ മഹസറിലോ ഉള്ളതായി നമുക്കറിയില്ല. അത് പുറത്തു വരുന്നത് എങ്ങനെയാണ്? അത് പുറത്തു വരുന്നത് വിജയമല്യയുടെ വാർത്താ സമ്മേളനം തൊട്ട് പിറ്റേ ദിവസം മാതൃഭൂമി, മനോരമ തുടങ്ങിയ പത്രങ്ങളിൽ വന്ന പത്രവാർത്തയിൽ വന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ വിജിലൻസ് പോലും മുഖവിലേക്ക് എടുക്കുന്നത്. മറ്റേതിന്റെ രേഖകൾ ദേവസ്വത്തിൽ എവിടെയെങ്കിലും മല്യ കൊടുത്ത സ്വർണം എത്ര കിലോ എവിടെയൊക്കെ അടിച്ചു എന്ന രേഖ ഉണ്ടോ എന്ന കാര്യം നമുക്ക് പൊതുവിൽ പബ്ലിക്കിൽ അറിയില്ല. ഷെഫീദ്, ഉണ്ടാകുന്ന വിശ്വാസ നഷ്ടം ഇതിപ്പോൾ ദ്വാരപാലകർ എന്ന് പറഞ്ഞ് ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ പ്രധാനപ്പെട്ട സംഗതി കൊണ്ടുപോയതല്ല തിരിച്ചു കൊണ്ടുവന്നത് എന്നതാണ് കണ്ടെത്തുന്നതെങ്കിൽ ശബരിമലയിൽ കാലാകാലങ്ങളിൽ നടക്കുന്ന വ്യവഹാരം, അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന വസ്തുക്കൾ തിരിച്ചു വരുന്നുണ്ടോ, അല്ലെങ്കിൽ തിരിച്ചു വരുന്നത് യഥാർത്ഥമാണോ തുടങ്ങിയ ഒരു ചോദ്യങ്ങളുടെ ഒരു പണ്ടോരപ്പെട്ടിയാണ് ദേവസ്വം വിജിലൻസിന്റെ ആ കണ്ടെത്തൽ തുറന്നിടുന്നത്. ഷെഫീദ്, അഷ്മി, ഉറപ്പായിട്ടും അതായത് ദേവസ്വം ഓഡിറ്റിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ അത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 1998 സ്പോൺസർ ചെയ്ത് 99 പണി കഴിപ്പിച്ച ഇക്കാര്യത്തിൽ വിജയമല്യ ഇടപെട്ട, UB ഗ്രൂപ്പ് ഇടപെട്ട ആ ഒരു നീക്കം, അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ട് എന്ന തരത്തിലേക്ക്, അതല്ലെങ്കിൽ അതിനുശേഷം ആ പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഇത്രയധികം സ്വർണം കയ്യിൽ കിട്ടി, അത് ഈ രീതിയിൽ, അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തത് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കൃത്യമായ രേഖകൾ അത് കോടതിക്ക് മുൻപിലുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് രണ്ടാമത്തേത് നമ്മൾ സ്വർണ്ണപ്പാളിയിലേക്ക് വരുമ്പോൾ തികച്ചും അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു വിശ്വാസ്യതാ പ്രശ്നം അത് കൃത്യമായി ഉണ്ടായിരിക്കുന്നു. നിയമസഭയിലടക്കം പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ബാനറിലടക്കം ഉണ്ടായിരുന്ന കാര്യം, ആരെങ്കിലും അങ്ങനെ, അത് സർക്കാർ എന്നുള്ളൊരു ആക്ഷേപം നമുക്കില്ല, പക്ഷേ ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും അങ്ങനെ അമ്പലം വിഴുങ്ങികളായി മാറിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്, അതല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ശബരിമല നമുക്ക് നേരത്തെ തന്നെ അറിയാം, യുവതീ പ്രവേശന വിഷയത്തിന് ശേഷം സംസ്ഥാന സർക്കാർ അതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കുന്നു നമുക്കറിയാം. സ്വാഭാവികമായും ഒരു അയ്യപ്പ സംഗമം വരുന്നു, അയ്യപ്പ സംഗമത്തിന് മുൻപും പിൻപുമായി ഇത്തരം വിവാദങ്ങളുടെ സീരിയസ് വരുന്നു. ഈ സീരിയസിൽ സർക്കാരിന് മുഖം കഴുകണം, അതല്ലെങ്കിൽ സർക്കാരിന് മുഖം രക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ആസ് ആൻ അക്കൗണ്ടന്റ് എന്ന രീതിയിൽ ദേവസ്വം ബോർഡിന് കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് പറയേണ്ടി വരും, കോടതിക്ക് മുൻപിൽ പറയേണ്ടി വരും, വിശ്വാസി സമൂഹത്തിന് മുൻപിൽ പറയേണ്ടി വരും എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. കേവലം ഒരു സ്വർണ്ണപ്പാളിയല്ല, അത് ശബരിമല എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേരളത്തിലെയും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെയും രാജ്യത്തിന് പുറത്തുമുള്ള കോടിക്കണക്കിനായ ആഗോള അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന്റെയും വികാരത്തിന്റെയും പ്രശ്നമാണ്. അത് കേവലം ഒരു മെറ്റൽ പീസ്, ചെമ്പിൻ്റെയോ കോപ്പറിൻ്റെയോ ഗോൾഡിൻ്റെ ഒരു മെറ്റൽ പീസ് അല്ലാതെ അതിനപ്പുറം അതിന് വിശ്വാസപരമായ വലിയ മൂല്യമുണ്ട്. ആ മൂല്യം, അല്ലെങ്കിൽ അവിടെ എടുത്തുകൊണ്ട് പോയൊരു സാധനം അങ്ങേയറ്റം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുകയും ഉടായ്പ കാണിച്ച് തിരിച്ച് വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടുവെക്കുകയും ചെയ്തു എന്നതാണ് കണ്ടെത്തലെങ്കിൽ അത് അതിഗുരുതരമായ കണ്ടെത്തലാണ്. അത് ദ്വാരപാലകരുടെ കാര്യത്തിൽ മാത്രം ആ സംശയം നിൽക്കില്ല. ശബരിമലയിലുള്ള കാലാകാലങ്ങളുള്ള വ്യവഹാരങ്ങളിലേക്ക് മൊത്തം സംശയത്തിൻ്റെ ഒരു വലിയ ഇരുട്ട്, ഒരു നിഴൽ വീഴ്ത്തുന്ന കണ്ടെത്തലാകും അത്. കോടതി ഇപ്പോൾ ഈ സമയം കോടതി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് വരുന്ന ഇത് കോടതിയുടെ ഇനിഷ്യേറ്റീവിൽ സംഭവിക്കുന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. കോടതിയുടെ ഇനിഷ്യേറ്റീവിൽ തുടങ്ങിയ ഒരു സംഗതി ഒരു വഴിത്തിരിവിലേക്ക് എത്തുമ്പോൾ അത് കോടതി പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന ചില പരാമർശങ്ങൾ അത് ശബരിമലയുടെ ചരിത്രത്തിൽ നിർണായകമായ ചില പരാമർശങ്ങളാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.